ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബി. അപ്പോൾ മക്കളെ, ഓണപരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ആനന്ദാശ്രുക്കൾ അല്ലെ. മലയാള സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി സാറാ തോമസിന്റെ മനോഹരമായ അർത്ഥപൂർണമായ സമകാലിക ലോകത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാതന്തു അവതരിപ്പിക്കുന്ന മനോഹരമായ കഥയാണ് ആനന്ദാശ്രുക്കൾ. അപ്പം മക്കളെ, എൻ്റെ ചോദ്യം ഇതാണ്: ആനന്ദാശ്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദം വെച്ചാൽ എന്താണ്? സന്തോഷം. അശ്രു വെച്ചാൽ കണ്ണീര്. സന്തോഷത്താൽ നമ്മുടെ കണ്ണിൽ നിന്നും പൊഴിയുന്ന കണ്ണീരാണ് എന്ത്? ആനന്ദാശ്രു എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയാൽ ചിലപ്പോൾ കണ്ണിൽ നിന്നും സന്തോഷത്തോടെ കണ്ണീര് വരും. ആനന്ദാശ്രു അല്ലേ, സന്തോഷത്താൽ ഉണ്ടാകുന്ന കണ്ണീര്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സന്തോഷം കയറി വന്നത്? ആരുടെ സന്തോഷമാണ്, എന്തിൻ്റെ സന്തോഷമാണെന്നൊക്കെ വ്യക്തമായി പറയുന്ന ഒരു മനോഹരമായ കഥയാണ് സാറാ ജോസഫിൻ്റെ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന കഥ. ഇപ്പോൾ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുമായിരിക്കും അല്ലേ. വീട്ടിലിരിക്കുന്നതല്ല, ക്ലാസ്സിൽ പോകുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഏത്? ആനന്ദാശ്രുക്കൾ. അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗമാണ്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റാക്കിയാലാടാ. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇതിന് ആദ്യം തന്നെ എന്താ പറയണേ? അമർത്തിച്ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും അല്ലേ. ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും ഒരു പ്രതീക്ഷയാണ്. വെളിച്ചവും തെളിച്ചവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന സെക്കൻഡിൽ നമുക്ക് പ്രതീക്ഷയുടെ എന്തെങ്കിലും നുറുങ്ങുവട്ടം കയറി വരും. ഈ ഒരു കഥ വായിച്ചാൽ അച്ഛനും അമ്മയും ഏച്ചിയും ഏട്ടനും അനിനും അനിയത്തിയും മാമനും മാമയും അച്ഛനും പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഇല്ല. ടീംസ് ഉണ്ടാവില്ലടാ. നമുക്ക് എല്ലാവരും ഉണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. പക്ഷെ ഒന്നുമില്ലാത്ത ആൾക്കാരില്ലേ? അനാഥരായി കിടക്കുന്ന ബാല്യങ്ങളില്ലേ? ആ അനാഥമായി കിടക്കുന്ന ബാല്യങ്ങൾക്ക് കൂടെ ആരാണ്, കൂടെപ്പിറപ്പാരാണെന്ന് അറിയാത്ത ബാല്യങ്ങൾക്ക് ഒരു നേരത്തെ പ്രതീക്ഷ പോലും ഇല്ലാതാകുമ്പോൾ എവിടെ നിന്നൊക്കെയോ വിജയത്തിൻ്റെ ആനന്ദാശ്രുക്കൾ കയറി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന, ഓരോ ജീവനും മുന്നോട്ടേക്ക് പ്രതീക്ഷയോടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സാറാ ജോസഫിൻ്റെ മനോഹരമായ കഥയാണ് ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സുന്ദരമായ കഥ. നമുക്ക് ഈ കഥയിലേക്ക് കടന്നാലോ? അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയെ സാറാ തോമസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ പ്രശസ്തിയായ നോവലിസ്റ്റാണ് ആര്? സാറാ ജോസഫ്. ജനനം 1934 സെപ്റ്റംബർ 4. 1969 ആദ്യ നോവൽ ജീവിതം എന്ന നദി പ്രസിദ്ധീകരിച്ചു. അസ്തമയം, വെള്ളിരേഖകൾ, അർച്ചന, മുറിപ്പാടുകൾ, പവിഴമുത്ത്, കെടാത്ത കൈത്തിരി, നാർമടിപ്പുടവ മുതലായവ നോവലുകളും ഇണങ്ങാത്ത മുഖങ്ങൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ സാറാ തോമസിൻ്റെ കഥകളുമാണ്. തെളിയാത്ത കൈരേഖകൾ മുതലായവ കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച മലയാളിയുടെ വൈകാരിക തലങ്ങൾ തൊട്ടുണർത്തിയ മനോഹരമായ കഥകൾ എഴുതിയ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് നമ്മുടെ സാറാ ജോസഫ്. അസ്തമയം, പവിഴമുത്ത്, അർച്ചന, മുറിപ്പാടുകൾ എന്നീ കൃതികൾ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണ്? അസ്തമയം, പവിഴമുത്ത്, അർച്ചന, മുറിപ്പാടുകൾ എന്നിവയെല്ലാം തന്നെ സിനിമയാക്കി മാറ്റാൻ സാധിച്ച എഴുത്തുകാരിയാണ് ആര്? നമ്മുടെ സാറാ ജോസഫ്. മുറിപ്പാടുകൾ എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ മണിമുഴക്കത്തിന് സംസ്ഥാന ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മണിമുഴക്കം എന്ന് പറയുന്ന ആ ചലച്ചിത്രാവിഷ്കാരത്തിന് എന്താണ് ദേശീയ അവാർഡും ഇദ്ദേഹത്തെ തേടിയെത്തി എന്ന് കാണാൻ സാധിക്കും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് നാർമടിപ്പുടവ. 2023 തിരുവനന്തപുരത്ത് വെച്ച് സാറാ തോമസ് അന്തരിച്ചു. ഇപ്പോൾ 2023 അന്തരിച്ചു പോയ, നമ്മെ വിട്ടുപോയ അതുല്യമായ എഴുത്തുകാരിയാണ് സാറാ തോമസ്. ഇദ്ദേഹത്തിൻ്റെ കഥ പഠിക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കൂടി ഓർക്കാം. ഇദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലേ. ഈ ഒരു കഥ വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഒരു പോസിറ്റീവ് വൈബാണ് ഈ കഥ നമുക്ക് സമ്മാനിക്കുന്നതെന്ന്. അപ്പോൾ ഈ കഥയുടെ ആശയം, ഈ കഥ ഡീറ്റെയിൽ ആയി എടുക്കില്ല. അത് ആപ്പിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് ഉണ്ടാവും. ഇവിടെ ആപ്പിൽ തന്നെ ഇതുണ്ടാവും. നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ കഥയുടെ ഡീറ്റെയിൽ ആയുള്ള വെർഷൻ മുഴുവൻ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ കിട്ടും. ഈ കഥ മാത്രമല്ല, മറ്റെല്ലാ കഥകളും എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ നോട്ട്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കിട്ടും. ഇപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യുക. അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. എന്നാലും ഈ കഥയുടെ രത്ന ചുരുക്കം പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആശയം ചുരുക്കത്തിൽ സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം. അപ്പം മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം. അനാഥ ബാല്യങ്ങളുടെ കഥയാണ് ഈ അദ്ദേഹത്തിൽ നോവലിസ്റ്റ് പറയുന്നത് അല്ലേ. അനാഥ ബാല്യങ്ങൾ സാർ ആദ്യമേ പറഞ്ഞു. അച്ഛൻ, അമ്മയോ, അനിയത്തിയോ, ഏട്ടനോ, ഏച്ചിയോ, മുത്തശ്ശനോ, മുത്തശ്ശിയോ, മാമിയോ, മാമനോ, വല്യച്ഛനോ, വല്യപ്പയോ ഒന്നുമില്ലാത്ത ആൾക്കാരില്ലേ. തൻ്റേതാണെന്ന് പറയാൻ ഒരാൾ ഭൂമിയിൽ അവശേഷിക്കാത്ത ആൾക്കാർ, അവരാണ് അനാഥര്.
അനാഥരവച്ചർ എല്ലാവരും ഉള്ളവർ, അനാഥരവച്ചർ ആരും ഇല്ലാത്തവർ. ഈ അനാഥരായ ബാല്യങ്ങളുടെ കഥ കൂടിയാണ് ഈ ആനന്ദാശ്രുക്കൾ. ഇതിന് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജോസഫും പീറ്ററും പിന്നെ പള്ളിയിൽ അച്ഛനും. ഓക്കെ, ഇപ്പം നമുക്ക് അതിലൂടെ കടന്നു പോകാം. ഓക്കെ, ജോസ് എന്ന ബാലനാണ് ഈ നോവൽ ഭാഗത്തെ മുഖ്യ കഥാപാത്രം. അവൻ്റെ മാതാപിതാക്കളെ പറ്റി അവന് ഒരറിവും ഉണ്ടായിരുന്നില്ല, അല്ലേ? മാതാപിതാക്കളെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം അനാഥനാണ്. തൻ്റെ അച്ഛൻ ആരാണ്, അമ്മയാണാണ്, ഒന്നും കൃത്യമായി ആർക്കറിയില്ല. നമ്മുടെ ജോസഫിന് അറിയില്ല. അത്രയും അനാഥത്തിൻ്റെ ഒരു വേട്ടയാടൽ അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കഥയിൽ. അവൻ്റെ മാതാപിതാക്കളെ പറ്റി അവന് ഒരറിവും ഉണ്ടായിരുന്നില്ല. 5 വയസ്സുവരെ കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് അവൻ കഴിഞ്ഞിരുന്നത്. 5 വയസ്സുവരെ കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് ആര് കഴിഞ്ഞത്? നമ്മുടെ ജോസഫ് കഴിഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. സ്നേഹസമ്പന്നയായ സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിൽ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ നിയമപ്രകാരം അവനെ പട്ടണത്തിൽ നിന്നും അകന്നുമാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഓർഫനേജിലേക്ക് മാറ്റി. അങ്ങനെ അവൻ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ആൺകുട്ടികളുടെ ഓർഫനേജിലേക്ക് ആ കുട്ടിയെ ജോസിനെ മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെ 100-ലധികം കുട്ടികൾ അവിടെ ഒരുമിച്ച് കഴിയുന്നു. ഇപ്പോൾ 100-ലധികം കുട്ടികൾ ഒരുമിച്ച് കഴിയുന്ന ആൺകുട്ടികളുടെ അനാഥാലയത്തിലേക്ക് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജോസിനെ അങ്ങോട്ടേക്ക് മാറ്റിയെന്ന് കാണാൻ സാധിക്കും. മണിമുഴക്കത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ജോസിനും കൂട്ടുകാർക്കും അവിടെ ലഭിച്ചത്. നമുക്കറിയാം, ഓർഫനേജ് പറയുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിരിക്കും, അല്ലേ? ആ ഡിസിപ്ലിൻഡായി മണിമുഴക്കത്തിനനുസരിച്ച് ഫുഡ് കഴിക്കുകയും പഠിക്കുകയും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു കൃത്യമായ ബെല്ലിനൊപ്പമുള്ള ജീവിതമായിരുന്നു ജോസിനും കൂട്ടുകാർക്കും ഓർഫനേജിൽ സാധ്യമായിരുന്നത്. ഊണും പഠനവും ആരാധനയുമെല്ലാം മണിമുഴക്കത്തിന് അനുസരിച്ച് തന്നെ. ഇവിടെ എല്ലാം മണിമുഴക്കത്തിനനുസരിച്ചായിരുന്നു. ഊണും ആരാധനയും പഠിപ്പും ഉറക്കവും ഉണരലും എല്ലാം തന്നെ അനാഥാലയത്തിലെ നിയന്ത്രണത്തിൽ ജോസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വലിയ പരാതിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും വലിയ പരാതിയൊന്നും ഇല്ലാതെ അത്രയും സ്നേഹത്തോടു കൂടി അവരെല്ലാവരും ആ അനാഥാലയത്തിൽ കഴിഞ്ഞു എന്ന് സാരം. ജോസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ദുഃഖം കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല എന്നായിരുന്നു, അല്ലേ? കുടുംബജീവിതത്തിൽ സ്നേഹവാത്സല്യങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ തനിക്ക് കിട്ടുന്നില്ല എന്നതായിരുന്നു ജോസിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. നമുക്കറിയാം, കഥ വായിക്കാൻ മനസ്സിലാവും. ഓരോ കുട്ടികളും വന്ന് പറയാം, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞാനിന്ന് പോകും, എൻ്റെ അച്ഛൻ കൂട്ടാൻ വരുമല്ലോ, എൻ്റെ അച്ഛൻ തന്ന പുതിയ ഉടുപ്പാന്നിത് എന്നൊക്കെ കുറേ കൂട്ടുകാർ പറയുമ്പോൾ ജോസിന് വേദനിക്കും, അല്ലേ? തൻ്റെ അച്ഛനും അമ്മയും തനിക്കില്ലാത്തതിൻ്റെ വിഷമം അപ്പോൾ ജോസിനെ വന്ന് വേട്ടയാടും. നമുക്ക് അങ്ങനെ തന്നെയല്ലടാ, നമ്മുടെ ലൈഫ് അങ്ങനെയല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് കടന്നു പോകും. ഇപ്പോഴും നമ്മൾ ജീവിക്കേണ്ടി വരും, അത്രയില്ല, അതാണ് ലൈഫ്. അപ്പോൾ ആരും അവരുടെ കൂടെ ഉണ്ടാവില്ല. എൻ്റെ മക്കൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആരും ഉണ്ടെന്ന് വെച്ചിട്ട് അഹങ്കരിക്കുന്നു വേണ്ട. ഒരു ദിവസം എല്ലാവരും അങ്ങ് പോവും, നമ്മൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ഉൾക്കരുത്ത് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്കൂളിലെ കൂട്ടുകാർ തങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ ജോസിനോട് പറയുമ്പോൾ അവന് വലിയ നഷ്ടബോധം തോന്നിയിരുന്നു. മക്കൾ, എന്തിനാണ് ജോസിന് നഷ്ടബോധം തോന്നിയത്? കാരണം അതുതന്നെയാണ്, അച്ഛനും അമ്മയുടെ കഥകളും അവർ വാങ്ങിത്തന്ന കുപ്പായും വസ്ത്രവും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കൂട്ടുകാരെ വിളിച്ചു പറയുമ്പോൾ ഇതൊന്നും വാങ്ങിത്തരുവാനോ സ്നേഹവാത്സല്യങ്ങൾ നൽകുവാനോ തനിക്ക് മാതാപിതാക്കളില്ലല്ലോ എന്ന ദുഃഖം ജോസിനെ വല്ലാതെ അലട്ടിയിരുന്നു എന്നുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അനാഥനെന്ന് സഹപാഠികൾ അവനെ വിളിക്കുന്നത് അവന് ഏറ്റവും അസഹ്യമായിരുന്നു. അവന് സഹപാഠികൾ അനാഥനെന്ന് വിളിക്കുമ്പോൾ ജോസിന് വല്ലാത്ത വേദന വരുമെന്നിവിടെ വ്യക്തമാക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാതെ ചിന്താമൂകനായി അവൻ ഒറ്റയ്ക്കിരിക്കാറുണ്ട്. കൂട്ടുകാരൊപ്പം കളിക്കാതെ ഒറ്റയ്ക്ക് ചിന്തിച്ച് അവൻ ഇരിക്കാറുണ്ട്. ഈ അവസരത്തിൽ അവനെ സമാധാനിപ്പിക്കുകയും അനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നത് ഫാദർ ഫ്രാൻസിസ് ആണ്. അപ്പോൾ ഫാദർ ഫ്രാൻസിസ് ആണ് അവനൊരു കരുത്ത് നൽകിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? ഫാദർ ഫ്രാൻസിസ്. അതായത് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ ദുഃഖത്തോടെ അവൻ ഇരിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്ന, അവനെ സന്തോഷിപ്പിക്കുന്ന പ്രിയങ്കരനായ ഒരു കഥാപാത്രമാണ് ആര്? ഫാദർ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അശരണരുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായ യേശു ക്രിസ്തുവിൽ മനസ്സർപ്പിക്കാൻ ഫാദർ അവനെ ഉപദേശിക്കാറുണ്ട്. ദൈവത്തിന് മനസ്സർപ്പിക്കൂ, യേശുവിൽ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് ഫാദർ ഫ്രാൻസിസ് ആരെ സമാധാനിപ്പിക്കും? നമ്മളെ ജോസിനെ സമാധാനിപ്പിക്കുമെന്ന് കാണാൻ സാധിക്കും. പിന്നെന്താ പറയണേ? അശരണരുടെയും അനാഥാരുടെയും ആശ്രയകേന്ദ്രമായ യേശുക്രിസ്തുവിൻ മനസ്സർപ്പിക്കുവാൻ ഫാദർ അവൻ ഉപദേശിക്കാറുണ്ട്. അവൻ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുൻപിൽ ശരണം പ്രാപിച്ചു. അപ്പോൾ ക്രൂശിത രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന യേശുവിൻ്റെ ക്രൂസിഫൈഡ് ആ രൂപത്തിന് മുമ്പിൽ അവൻ അങ്ങനെ നിൽക്കും, അങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ദൈവത്തോട് അത്യധികം ഇടപഴകി ജീവിക്കുന്ന വിശ്വാസിയായ നല്ലൊരു കുട്ടിയാണ് ആര്? നമ്മുടെ ഫ്രാൻസിസ് എന്ന് പറയുന്നവൻ. ഫ്രാൻസിസ് അല്ല, നമ്മുടെ ജോസ് ഫ്രാൻസിസ് പള്ളിയിലെ അച്ഛനാട്ടോ.
അവൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ശരണം പ്രാപിച്ചു. അവൻ്റെ വേദനകളും നിരാശകളും യേശുവുമായി പങ്കിട്ടു. തനിക്ക് പഠിച്ചുയരുവാനുള്ള മാർഗം കാട്ടിത്തരണേ എന്നാണ് അവൻ മുഖ്യമായും പ്രാർത്ഥിച്ചിരുന്നത്. അല്ലേ, തനിക്ക് പഠിക്കാനുള്ള മാർഗം, ആ വഴി ഒന്ന് കാണിച്ചു തരണേ എന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തനിക്ക് സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണേ എന്നായിരുന്നു അവൻ നിരന്തരം പ്രാർത്ഥിച്ചത്. അല്ലേ, സ്കൂൾ പരീക്ഷയിൽ തനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. പത്രത്തിൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണേ എന്ന് നിരന്തരമായ പ്രാർത്ഥന അവൻ തൻ്റെ പ്രാർത്ഥനാ വേളയിൽ നടത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റിസൾട്ട് വരുന്ന ദിവസം ജോസ് നേരത്തെ തന്നെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ചാപ്പലിലെത്തി. അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ജോസ് തൻ്റെ പ്രഭാത ഭക്ഷണവും പ്രഭാത പ്രാർത്ഥനകളും പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ എവിടെ എത്തി? ചാപ്പലിൽ വെച്ചാൽ പള്ളിയിലെത്തി അവൻ. ഓക്കെ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് അവനെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ വിവരം അറിയിച്ചു. അങ്ങനെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞു, എടാ ജോസേ, എടാ കൊച്ചാ, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൻ ഒത്തിരി സന്തോഷമായി. തൻ്റെ ഭാവിയെ പറ്റിയായി പിന്നീട് ജോസിൻ്റെ ആകാംക്ഷ. അത് മനസ്സിലാക്കിയിട്ട് വണ്ണം അവൻ്റെ തുടർ പഠനത്തിനായുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുമെന്ന് ഫാദർ ഫ്രാൻസിസ് വ്യക്തമാക്കുന്നു. ഇനി എന്താണ് താൻ പഠിക്കുക, തൻ്റെ ഭാവി എന്താണ് എന്ന് നമ്മുടെ ജോസ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഫാദർ പറഞ്ഞു, എടാ ജോസ്, നീ ഇനി പേടിക്കണ്ട, നിൻ്റെ ഭാവി എന്താണ് ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ പഠിപ്പിച്ച് ഞാൻ മിടുക്കനായിക്കോളാം എന്ന് ഫാദർ ഫ്രാൻസിസ് ജോസിന് വാക്ക് കൊടുത്തു. ഇക്കാര്യത്തിൽ ഫാദർ ജോസഫിൻ്റെ പിന്തുണയും ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ അവൻ ആഹ്ലാദിച്ചു. ഈ കാര്യത്തിൽ ഫാദറിൻ്റെ പിന്തുണ എല്ലാ തരത്തിലും തനിക്കുണ്ടാകുമെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവന് ഒത്തിരി സന്തോഷമായെന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഫാദർ ഫ്രാൻസിസിൻ്റെ മകനോടെന്ന പോലെയുള്ള ഒരടുപ്പം ജോസിനോടുണ്ടായിരുന്നു. അവനെ ചങ്ങനാശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന് ഫാദർ വാക്ക് കൊടുത്തു. അല്ലേ, ഫാദർ ഫ്രാൻസിസിന് മകനോടെന്ന പോലെയുള്ള ഒരടുപ്പം ജോസിനുണ്ടായിരുന്നു. തൻ്റെ മകനെ പോലെയായിരുന്നു ഫാദർ ഫ്രാൻസിസ് ജോസിനെ കണ്ടത്. അത്രയും അടുപ്പം ജോസിനോട് ആ ഫാദറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാദറും ജോസും അത്രയും സ്നേഹബന്ധത്തിൽ കഴിയുന്ന കഥാപാത്രങ്ങളായി മാറും. ഒരുപക്ഷെ ചോദ്യം വരാം, ഫാദറിൻ്റെ കഥാപാത്ര നിരൂപണം ജോസിൻ്റെ കഥാപാത്ര നിരൂപണമൊക്കെ ചോദ്യമായി കഴിയാൻ സാധിക്കും കേട്ടോ. ഹോസ്റ്റൽ ചിലവുകളും വഹിക്കാൻ ഫാദർ തയ്യാറായിരുന്നു. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പീറ്ററിനോട് തൻ്റെ പരീക്ഷാ ഫലത്തെക്കുറിച്ചും ഭാവി പരിപാടിയെക്കുറിച്ചും ജോസ് പറയുന്നു. രണ്ടുപേരും സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് പാഠഭാഗം അവസാനിക്കുന്നത്. അല്ലേ, അവസാനം തൻ്റെ സുഹൃത്തായ ഉറ്റ ചങ്ങാതിയായ പീറ്റർ ഓടി വന്ന് ജോസിനോട് പറയുന്നു, ജോസേ, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം, നിന്റെ റിസൾട്ട് നോക്കാമെന്ന് പറയുന്നു. ജോസ് പറഞ്ഞു, അച്ഛൻ്റെ അടുത്താണ് ഞാൻ വരുന്നത്, റിസൾട്ട് നോക്കി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ജോസും പീറ്ററും കെട്ടിപ്പിടിച്ച് അവർ രണ്ട് കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ വരുന്നു. അല്ലേ, ചെറുശ്ശേരിയുടെ കവിതയിൽ പറയുന്നു കൃഷ്ണനെ കുറിച്ച്, എന്തുകൊണ്ടോ ശൗരി ധീരനാം ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അല്ലേ, കുചേലന് വലിയ വീട് കൊടുത്ത് അങ്ങനെ കുചേലൻ കൃഷ്ണനെ കാണാൻ വരുമ്പോൾ കുചേലൻ്റെ കയ്യിൽ അവിലുണ്ടാകും. അവില് കൃഷ്ണന് കൊടുക്കും. ആ കൃഷ്ണന് അവില് കൊടുക്കുമ്പോൾ ആ കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇപ്പം കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് ആ കാഴ്ചയെ പറയാൻ വേണ്ടിയാണ്, ആ സൗഹൃദത്തെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയാണ്. കൃഷ്ണൻ ദൈവമല്ലേ, ആ ദൈവത്തിന് പോലും കണ്ണീര് വരും. അതുകൊണ്ടാണ് ആ പറയുന്നത്, ആ കവിത ചെറുശ്ശേരി പറഞ്ഞത്, എന്തുകൊണ്ടോ ശൗരി ധീരനാം ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അല്ലേ, ദൈവങ്ങൾക്ക് പോലും കണ്ണീര് വരും. അപ്പോൾ ഇവിടെ ജോസിനും പീറ്റർക്കും അവർ തമ്മിൽ കണ്ടപ്പോൾ ആ സ്നേഹത്തിൻ്റെ കണ്ണീര് വരികയാണ്. കാരണം എന്താണ്? ജോസിൻ്റെ ആഗ്രഹമായിരുന്നു, അനാഥനായ ജോസിൻ്റെ ആഗ്രഹമായിരുന്നു പഠിച്ചു മിടുക്കനാക്കി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവണമെന്ന്. അവനത് പാസ്സായി. അങ്ങനെ അച്ഛൻ ഫ്രാൻസിസ് അച്ഛൻ എല്ലാ വിധത്തിലും സഹായങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു വിദ്യാഭ്യാസത്തിന്. ഉറപ്പുമായി പുറത്തിറങ്ങുമ്പോൾ തൻ്റെ ഉറ്റ ചങ്ങാതിയായ പീറ്ററിനെ കാണുകയും അവർ പരസ്പരം ആലിംഗനം സംസാരിക്കുകയും ചെയ്യുന്നതിനിടയിൽ പീറ്ററോട് ജോസ് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ അവരുടെ കണ്ണുന്ന കണ്ണീര് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദാശ്രുവിനാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒറ്റക്ക് വഴി വെട്ടി വന്നവനാണ് ആര്? നമ്മുടെ ജോസ്. ഇതിൽ അനാഥനായിട്ട് പഠിച്ചു മിടുക്കനായി കടന്നു വന്നതിൻ്റെ ആ ഒരു വഴിത്താരകളെ നോക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. ആ യൗവനം നിറഞ്ഞ ആ 10ാം ക്ലാസ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഒരു ഇട്ടാവട്ടങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാവുന്നത്? കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്. ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാവുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ചോദ്യം. നോക്കാം. ഈ വാക്കുകൾ ജോസിനോട് ഫാദർ ഫ്രാൻസിസ് പറയുന്നതാണ്. കൊച്ചുമക്കളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല എന്ന് ഫാദറെ ജോസിനോട് പറയുന്നുണ്ട്.
തൻ്റെ അനാഥത്വത്തെക്കുറിച്ച് ഓർത്ത് വ്യസനിച്ചുകൊണ്ട് ജോസ് കൂട്ടുകാരിൽ നിന്നെല്ലാം അകന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ ജോസിൻ്റെ ദുഃഖം മനസ്സിലാക്കിയിട്ടെന്നോണം ഫാദർ ഫ്രാൻസിസ് അവൻ്റെ അടുത്ത് ചെന്ന് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്, അല്ലേ, സമാശ്വസിപ്പിക്കാറുണ്ട്. എൻ്റെ മകനെ നീ വേദനിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആർക്കും ഇല്ല, നമ്മളെല്ലാവരും ഒറ്റക്കാണെന്നൊക്കെ പറഞ്ഞ് ഫാദർ ഫ്രാൻസിസ് ജോസിനെ ആശ്വസിപ്പിക്കും. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്നും എല്ലാ വേദനകളും പ്രശ്നങ്ങളും തന്നോട് പങ്കുവയ്ക്കണമെന്നും ഫാദർ ഫ്രാൻസിസ് അവനോട് പറഞ്ഞു. അല്ലെ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നോട് പറയുമെന്ന് ഫാദർ ഫ്രാൻസിസ് ആരോട് പറഞ്ഞു? നമ്മുടെ ജോസിനോട് പറഞ്ഞു. ഫാദറിൻ്റെ ഈ കരുതലും സ്നേഹവും പരിഗണനയും ഒരു അനാഥനാണെന്ന ജോസിൻ്റെ തോന്നൽ കുറേശ്ശെയായി മായ്ച്ചു കളഞ്ഞു. താൻ അനാഥനാണെന്ന തോന്നൽ, ജോസിൻ്റെ തോന്നൽ ഫാദറിൻ്റെ ഈ സമീപനം കൊണ്ട് മായ്ച്ചു കളയാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അവൻ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഒടുവിൽ അസൂയാർഹമായ വിജയം കൈവരിച്ച് അവൻ ഉന്നത പഠനത്തിന് യോഗ്യനാകുകയും ചെയ്തു. യഥാർത്ഥ സ്നേഹത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഫാദർ ഫ്രാൻസിസ് തെളിയിച്ചു കൊടുത്തു. അല്ലേ, യഥാർത്ഥമായ സ്നേഹത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ഫാദർ ഫ്രാൻസിസിൻ്റെ സ്നേഹം നിറഞ്ഞ ജീവിതം തെളിയിക്കുകയാണ്. നമ്മുടെ ജോസിന് ആരുമില്ല, അനാഥനാണ്. അങ്ങനെ അനാഥനായ ജോസ് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ഫാദർ ഫ്രാൻസിസ് വന്ന് അവനെ ആശ്വസിപ്പിച്ച് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ച് അവന് പോസിറ്റീവ് വൈബ്സ് കൊടുത്ത്, അല്ലേ, പോസിറ്റീവ് വൈബ് കൊടുത്ത് അവൻ ഉഷാറാക്കിയെടുത്ത് അങ്ങനെ അഭിനന്ദർഹമായ അസൂയാവഹമായ വിദ്യാഭ്യാസത്തിൽ നേട്ടം കൈവരിക്കാൻ ജോസിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. പരീക്ഷാ ഫലം അറിയാൻ കാത്തുനിന്ന ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാകാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നിരീക്ഷണക്കുറിപ്പ് കേട്ടോ, നിരീക്ഷണക്കുറിപ്പ് അവതരിപ്പിക്കാനാണ് ചോദ്യം. ഇപ്പം എന്താണ് ആ പരീക്ഷാഫലം കാത്തു നിൽക്കുമ്പോൾ ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്നാണ് ചോദ്യം. പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള സൂചന ആദ്യമായി ജോസിന് നൽകിയത് ഫാദർ ഫ്രാൻസിസ് ആണ്. ഫാദർ ഫ്രാൻസിസ് ആണ് പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള സൂചന ജോസിന് ആദ്യമായി നൽകിയതെന്ന് വ്യക്തമാണ്. അദ്ദേഹം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു വന്ന പത്രത്തിൻ്റെ പേജ് ജോസിനെ കാണിച്ചു. അങ്ങനെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേജ് ഫാദർ ജോസിനെ കാണിച്ചു. തൻ്റെ നമ്പറിൻ്റെ മുകളിൽ നക്ഷത്ര ചിഹ്നം കണ്ട് അവൻ സന്തോഷിച്ചു. തൻ്റെ നമ്പറിൻ്റെ മുകളിൽ നക്ഷത്ര ചിഹ്നം കണ്ട് ആര് സന്തോഷിച്ചു? നമ്മുടെ ജോസ് സന്തോഷിച്ചു. ഫസ്റ്റ് ക്ലാസ് നേടിയവരുടെ നമ്പറിൻ്റെ മുകളിലാണ് നക്ഷത്ര ചിഹ്നം കാണുന്നതെന്ന് അവനറിയാം. അതായത് നക്ഷത്ര ചിഹ്നം വന്നു, എവിടെയാണ്? അവൻ്റെ നമ്പറിൻ്റെ മുകളിൽ നക്ഷത്ര ചിഹ്നം വന്നു. അത് കണ്ടപ്പോൾ ജോസ് സന്തോഷിച്ചു. കാരണം എന്താണ്? തനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതെന്ന് ആലോചിച്ചിട്ട് തനിക്ക് ഉപരിപഠനത്തിനുള്ള അർഹത ഉറപ്പായപ്പോൾ അവന് അടക്കാനാകാത്ത സന്തോഷം തോന്നി. അല്ലേ, ഉപരി പഠനത്തിനുള്ള അർഹത ഉറപ്പാണ് ആയിരിക്കും ജോസിന്. അപ്പോൾ ജോസിന് അടക്കാനാവാത്ത സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. തൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ സ്വപ്നങ്ങൾ നെയ്തു. തൻ്റെ ഭാവിയെക്കുറിച്ച് ജോസിന് ഒരുപാട് സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ കടുത്ത ആകാംക്ഷയും അവനിലുണ്ടായി. അപ്പോൾ കടുത്ത ആകാംക്ഷയും സ്വപ്നങ്ങളൊക്കെ ആരെ തേടിയെത്തി? നമ്മുടെ ജോസിനെ തേടിയെത്തി എന്നാണ് പറയുന്നത്. ഒരു അനാഥനായ തൻ്റെ ഉപരിപഠനം ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്നാലോ അനാഥനായ ജോസിന് ഉപരിപഠനം ഏറ്റവും വലിയ പ്രശ്നമായി ഇവിടെ കിടക്കുകയാണ്. പൈസയില്ല, ആര് തന്നെ പഠിപ്പിക്കുമെന്ന സംശയത്തിലും ഭയത്തിലുമാണ് ആരുള്ളത്? ജോസ് ഉള്ളത്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണ് അവൻ്റെ പഠന ചെലവ് നിർവഹിക്കുക? തൻ്റെ സ്വപ്നം നടക്കാതെ പോകുമോ? ഇത്തരം ചിന്തകളായിരുന്നു ആകാംക്ഷയുടെ കാരണം. പക്ഷേ അടുത്ത നിമിഷം തന്നെ സന്തോഷത്തിനും ആശ്വാസത്തിനും വക നൽകുന്ന വാഗ്ദാനമാണ് ഫാദർ ഫ്രാൻസിസിൽ നിന്നുണ്ടായത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും വഹിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന ഫാദർ ഫ്രാൻസിസിന്റെ ഉറപ്പ് ജോസിനെ ഏറെ സന്തോഷിപ്പിച്ചു. ഇനി എന്തു പഠിക്കണം, എന്തു ചെയ്യണമെന്നറിയാതെ നിരാശനായിരുന്ന ജോസിന് എല്ലാവിധത്തിലുമുള്ള പ്രതീക്ഷയും നൽകി ഫാദർ ഫ്രാൻസിസ് അവനെ ചേർത്തു പിടിച്ചു എന്ന് കാണാൻ സാധിക്കും. പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമാകുന്നതാണല്ലോ. ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കാനാണ് ചോദ്യം. പത്രവാർത്ത ഇപ്പം എന്താണ്? ഈ ജോസിന് കിട്ടിയ വിവരം ലോകത്തെല്ലാവരും അറിയിക്കണം. ഇപ്പോൾ ഒരു പത്രവാർത്തക്ക് തയ്യാറാക്കാൻ പറ്റണം. എന്താണ്? അധ്വാനത്തിൻ്റെ വിജയം എന്ന് തലക്കെട്ട് കൊടുക്കാം. എന്നിട്ട് കോട്ടയം എന്ന സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാം. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അനാഥാലയങ്ങളിൽ വളർന്ന ജോസ് എന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ SSLC പരീക്ഷയിൽ അഭിനാർഹമായ വിജയം കൈവരിക്കാൻ സാധിച്ചു. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലും പട്ടണത്തിൽ നിന്നും അല്പം അകലെയുള്ള മറ്റൊരു ഓർഫനേജിലുമായിട്ടായിരുന്നു ജോസ് വളർന്നത്. ശക്തമായ ദൈവവിശ്വാസവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലായുള്ള ജോസ് തൻ്റെ സ്വപ്ന വിജയം അനായാസം കരസ്ഥമാക്കുകയായിരുന്നു. അനാഥാലയത്തിലെ ഫാദർ ഫ്രാൻസിസിൻ്റെ പിന്തുണയും സ്നേഹവും കരുതലും ജോസിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ ഒരുങ്ങുകയാണ് ജോസ് എന്ന കൊച്ചുമിടുക്കൻ എന്നൊരു പത്രവാർത്തയും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നൽകാനായി സാധിക്കും.
അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും കടന്നു പോകാനും ഒടുവിൽ വിജയം പ്രാപിക്കാനും കഴിയും. ജോസിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക. അല്ലേ, ഇച്ഛാശക്തി, നമുക്കൊരു മനഃശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും വിജയിക്കാൻ സാധിക്കും, എല്ലാത്തിനെയും കടന്നു പോകാനും ഒടുവിൽ വിജയം പ്രാപിക്കാനും കഴിയും. ജോസിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക എന്നാണ് ചോദ്യം. നോക്കാം. മുറിപ്പാടുകൾ എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രധാന കഥാപാത്രമാണ് ജോസ്. അല്ലേ, മുറിപ്പാടുകൾ എന്ന ആ ഒരു കഥാസമാഹാരത്തിൽ നിന്ന് എടുത്ത, ആ നോവലിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗമാണ് ഏത്, നമ്മുടെ ആനന്ദാശ്രു എന്ന് പറയുന്ന സാറാ ജോസഫിൻ്റെ കഥ. പ്രധാന കഥാപാത്രമാണ് ജോസ്. അനാഥനായി വളർന്ന അവൻ ഒടുവിൽ 2 അനാഥാലയങ്ങളിലേക്കാണ് ജീവിച്ചത്. രണ്ടാമത്തെ അനാഥാലയം അവനെ സംബന്ധിച്ചിടത്തോളം ജീവിത ലക്ഷ്യങ്ങൾ എത്തിച്ചേരാൻ അവനെ ഏറെ സഹായിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 അനാഥാലയങ്ങളിലാണ് ജോസ് ജീവിച്ചത്. ആദ്യം ചെറിയ അനാഥാലയത്തിൽ, പിന്നീട് വലിയ കുട്ടികൾ താമസിക്കുന്ന അനാഥാലയത്തിലേക്ക് മാറി നമ്മുടെ ജോസ് മാറി. ജോസിൻ്റെ ആദ്യകാല ജീവിതം അനാഥത്വം പേറി നടക്കേണ്ടി വന്നതിൻ്റെ വ്യതകൾ നിറഞ്ഞതായിരുന്നു. ജോസിൻ്റെ ആദ്യകാല ജീവിതം എന്താണ്? അനാഥത്വം പേറി നടക്കേണ്ടതിൻ്റെ വ്യതകൾ നിറഞ്ഞതായിരുന്നു. മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെയുള്ള കുട്ടികളോടൊപ്പം പഠനം നിർവഹിക്കേണ്ടി വന്നപ്പോൾ തൻ്റെ നഷ്ടങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും കുറിച്ച് അവൻ കൂടുതൽ ബോധവാനാകാൻ തുടങ്ങി. അല്ലേ, കുട്ടികളുമായി ജീവിച്ചപ്പോഴേ, അനാഥാലയത്തിൽ നിന്നും സ്കൂളിലേക്ക് പോയപ്പോഴേ അവിടെ കുട്ടികളുമായിട്ടുള്ള ഒരു ഇടപെടലുകളിൽ കൂടുതൽ അനാഥത്വം ആരെ വേട്ടയാടി? ജോസിനെ വേട്ടയാടി. കുട്ടികൾ പറയുന്നില്ലേ, ഇതിൻ്റെ അച്ഛൻ വാങ്ങിത്തുന്ന കുടുപ്പാണ്, അല്ലെങ്കിൽ ഈ വെക്കേഷനിൽ ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോയി താമസിക്കും, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണൊക്കെ പറയുമ്പോൾ അവന് തൻ്റെ വീട്ടുകാരെ മിസ് ചെയ്യും. തൻ്റെ അമ്മ ആരാണ്, അച്ഛൻ ആരാണെന്ന് അറിയാത്ത ജോസിൻ്റെ ആ വിഷമം നമ്മൾ അനുഭവിക്കുന്നില്ലേ? അത്ര ഒരുപാട് കുട്ടികളുണ്ട്, നമുക്ക് പറ്റും, അവരേക്കും സഹായിക്കാം, നിങ്ങൾ മക്കൾ. ഓക്കെ, തനിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വിജയിക്കണമെന്ന തോന്നലാണ് അവന് ധീരമായി മുന്നോട്ട് നയിച്ചത്. സാർ നേരത്തെ പറഞ്ഞു, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ആര്? ജോസ്. അല്ലേ, അച്ഛനും അമ്മയും ഇല്ല, എല്ലാ മക്കൾക്കും പഠിക്കാൻ എല്ലാവിധ ആവശ്യങ്ങളും ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, നല്ല പേരൻസ് ഉണ്ട്. ജോസിന് ആരുമില്ല. അനാഥാലയത്തിൽ പോലെ ഒറ്റപ്പെടലാണ്, സ്കൂളിലും ഒറ്റപ്പെടലാണ്. ആകെയുള്ളത് പീറ്റർ എന്ന സുഹൃത്തും ഫ്രാൻസിസ് എന്ന ഒരു ഫാദർ മാത്രമാണ്. വേറെ ആരും ജോസിന് സ്വന്തം എന്ന് പറഞ്ഞ ആരുമില്ല. എന്നിട്ടും അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് മിടുക്കനായി അവൻ ആഗ്രഹിച്ച മാർക്ക് നേടി പാസ്സായി എന്നത് വലിയൊരു ഇച്ഛാശക്തിയുള്ള കാര്യം തന്നെയാണ്. തനിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വിജയിക്കണമെന്ന തോന്നലാണ് അവനെ ധീരമായി മുന്നോട്ട് നയിച്ചത്. അനാഥാലയത്തിലെ ഫാദർ ഫ്രാൻസിസ് നൽകിയ സ്നേഹവും പിന്തുണയും അവന് ശക്തമായ പ്രചോദനമായിരുന്നു. ഫാദർ ഫ്രാൻസിസ് നൽകിയ സ്നേഹവും പിന്തുണയും ജോസഫിന് എല്ലാ വിധത്തിലുള്ള ഒരു പ്രേരണയായിരുന്നു പഠിച്ച് മിടുക്കനാകാനും മുന്നോട്ട് പോകാനുമുള്ളത്. ഏത് വിധേനയും വിജയിക്കണമെന്ന വാശിയും ഇച്ഛാശക്തിയുമാണ് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവാൻ അവനെ സഹായിച്ചത്. അല്ലേ, ഏത് വിധേനയും പഠിച്ച് പാസ്സാവണം എന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കണമെന്നും വിജയം കൈവരിക്കണമെന്നുമുള്ള ആ ഒരു ജോസിൻ്റെ ആഗ്രഹമായിരുന്നു. അവൻ്റെ ആ ഒരു പരിശ്രമം തന്നെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത നേടുവാനുള്ള അവൻ അർഹനായി തീർന്നതിനുള്ള പ്രധാന കാരണവും. ഏതു പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാലും പരാജയ ഭീതി കൂടാതെ ഇച്ഛാശക്തിയോടെ മുന്നേറിയാൽ ആർക്കും എന്തും നേടിയെടുക്കാനാവുന്നതേ ഉള്ളൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോസ്. അല്ലേ, എന്തു സാഹചര്യവും വന്നാലും, ദാരിദ്ര്യം വന്നാലും, കഷ്ടപ്പാടുകൾ വന്നാലും, ഒറ്റപ്പെടൽ വന്നാലും, എന്ത് വിഷമം വന്നാലും അതിനെയൊക്കെ തോൽപ്പിച്ച് മുന്നേറാൻ, അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പം നമുക്കും ജോസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങളിലൂടെ വിജയം കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിജയം കൈവരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സാറാ ജോസഫിൻ്റെ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന ഈ കഥ നമ്മോട് പറയുന്നത് ഒരു പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. ജോസിന് ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഏട്ടനില്ല, ഏച്ചിയില്ല, അനിയത്തിയില്ല, അനിയനില്ല, ആരുമില്ലല്ലോ. ഒരു കുടുംബ ബന്ധങ്ങൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. എന്നിട്ടും അവൻ കഷ്ടപ്പെട്ട് മിടുക്കനായി പഠിച്ച് മിടുക്കനായി ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി. ഇപ്പോൾ ഈ കഥ പഠിക്കുമ്പോൾ ഈ കഥയിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ചിലപ്പോൾ ഉപന്യാസം കടന്നു വരാം. ആധുനിക കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ആ സാഹചര്യത്തിൽ ആരുമില്ലാതിരുന്നിട്ടും ജോസ് നേടി വിജയ മാതൃകയല്ലേ? ആ ഒരു മാതൃകയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്ന് ചോദ്യം വരാം. ചിലപ്പോൾ ഈ കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് ചോദ്യം വരാം. അല്ലെങ്കിൽ ജോസിൻ്റെ അഭിമാന നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനും ചോദ്യം വരാം. ഇത്തരത്തിൽ ഒരു മനോഹരമായ പാഠഭാഗം പഠിക്കുമ്പോഴേ എൻ്റെ മക്കൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വന്നാലും നിങ്ങൾ അതിലൊന്നും അടിപ്പതറാതെ പഠിച്ചു മിടുക്കരായി മുന്നോട്ട് പോവുക. നിങ്ങളെ വിജയം
വിജയം കാത്തിരിക്കുന്നുണ്ട്. എന്തു തന്നെ സംഭവിച്ചോട്ടെ, കൂടെയുള്ളവർ നിങ്ങളെ പരിഹസിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, വിമർശിച്ചോട്ടെ, നിങ്ങളെ വിട്ടു പോയിക്കോട്ടെ, പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കുണ്ടായവരെല്ലാം നിങ്ങളെ വിട്ട് പെട്ടെന്ന് പോയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ സങ്കടപ്പെടരുത്, നിരാശരാകരുത്. നിങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുക, ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുക. വിജയം നിങ്ങളെ തൊട്ടടുത്തുണ്ട്. നിങ്ങൾ അങ്ങനെ പരിശ്രമിച്ച് മുന്നോട്ടേക്ക് പോയാൽ മാത്രം മതി, വിജയം നിങ്ങളെ തേടി വരും. നിങ്ങളാണ് നാളത്തെ ഹീറോസ്. ഓക്കെ, അപ്പോൾ ഈ കഥ നമുക്ക് തരുന്ന മാതൃക തന്നെയാണ്. ശക്തമായ വാശിയോടുകൂടി പഠിക്കുക, വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ ഇതിലും ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ആപ്പിലുണ്ട്, അത് നിങ്ങളെ തേടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.